ഇന്നത്തെ വീഡിയോ ഞാൻ ദുബായിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു മീൻ മാർക്കറ്റ് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. വാട്ടർ ഫ്രണ്ട് മാർക്കറ്റാണ് ഇതിൻ്റെ പേര്. നമ്മുടെ മാർക്കറ്റിന് കുറച്ച് വ്യത്യാസമാണ്. കുറച്ച് വലിയ റൂമിൽ വലിയൊരു ഹാള്. ഈ തല തൊട്ട് ആ തല വരെ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത്രയും വലിയൊരു ഹാളിലാണ് മീനൊക്കെ അടുക്കി വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അത്ര ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്ലവർ ഷോപ്പിലൊക്കെ പോയി നോക്കുക, ഒരു ഫ്രൂട്ട് ഷോപ്പിലൊക്കെ പോയി നോക്കുന്ന പോലെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല നീറ്റാണ്. എല്ലാ ഷോപ്പിലും ചെറിയൊരു വാഷ് ബേസിൻ ഉണ്ട്. അതേ സമയത്ത് അപ്പോൾ തന്നെ അത് ക്ലീൻ ചെയ്യുന്നുണ്ട് എപ്പോഴും. ഒരുപാട് ആൾക്കാർ എല്ലാവരും ഇങ്ങനെ വലിയ ട്രോളിയൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അത്രയും വാങ്ങണമെന്ന് വിചാരിച്ചില്ല, പക്ഷെ അതിൻ്റെ ആ ഒരു ഫ്രഷ് മീനൊക്കെ കണ്ടിട്ടേ നമ്മളും വാങ്ങിപ്പോയി. എല്ലാതരം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മത്തി തൊട്ട് എല്ലാ ടൈപ്സ് ഓഫ് ഫിഷും ഉണ്ട്. ക്രാബ് മീനൊക്കെ കണ്ടില്ലേ, എല്ലാ ടൈപ്പ് ഓഫ് ചെമ്മീനുണ്ട്. ലോബ്സ്റ്റർ ഉണ്ട്, ചെറിയ ചെമ്മീനുണ്ട്, വെള്ള കളറിലെ ചെമ്മീനുണ്ട്, അതുപോലെ റെഡ് ഉണ്ട് കേട്ടോ. ഇത് അടുക്കി വെച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എല്ലാ തരം മീനും ഉണ്ട്. വലിയൊരു ഏരിയയാണിത് കേട്ടോ. കണ്ടാൽ എന്തായാലും വാങ്ങിപ്പോവും. നമ്മൾ കാണാത്ത പലതരം മീനെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പലതരം മീനുകൾ. ക്രാബൊക്കെ നോക്കിയേ, ഇത് കണ്ടോ, ഒരു കവറിലാക്കിയിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടി വെച്ചതുണ്ടോ? അത് ശരിക്കും അല്ലെങ്കിൽ തൊട്ടപ്പോൾ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. അതെന്തോ ഒരു നീളത്തിലുള്ളൊരു മീൻ പോലെ. അതായത് മലയാളികൾ തന്നെയാണ് കേട്ടോ കൂടുതലും ഇവിടെ സെയിൽ ചെയ്യുന്നത്. മലയാളികൾ തന്നെയാണ് കൂടുതലും. എന്തെല്ലാം തരം ചെമ്മീനുകൾ. ചെമ്മീനിലൊക്കെ എത്ര അധികം വെറൈറ്റി ഉണ്ടെന്നുള്ളത് എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവണേ. ഈ ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയർ റോസ്റ്റ് ഉണ്ടാക്കുന്ന പാനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിറഞ്ഞു പോകും. അത്രയും വലിയ, ഇതിൻ്റെ സൈസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്നറിയില്ല. അത്രയും വലിയ ഫിഷാണ്. നല്ല ഫ്രഷാണ്. ഇനി ഇങ്ങനത്തെ ഫിഷ് മാത്രമല്ല കേട്ടോ, ജീവനുള്ള ഫിഷ് ഉണ്ട് കണ്ടോ. ഇവിടെ കണ്ണാടിക്കൂട്ടിലും കുറേ തരം മീനുകളുണ്ട്. ക്രാബ്, ലോബ്സ്റ്റർ ഒക്കെ ഇതിൽ ജീവനുള്ളതുണ്ട്, നല്ല സൈസ് ഉള്ളതുണ്ട്. നമുക്ക് ഏതാ വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇത് വാങ്ങാൻ പറ്റും. ഉണ്ടോ, സ്കാംപി, ലോബ്സ്റ്റർ, ഞണ്ട്. ക്യാമറ എങ്ങോട്ടാണ് വെക്കേണ്ടതെന്ന് അറിയുന്നില്ല. നല്ല സൈസുള്ള, നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അത്ര സൈസിൽ, വലിയ സൈസിലുള്ള ജീവനോട് നടക്കുന്നുണ്ടോ.
ഈ ഞണ്ടിൻ്റെ സൈസ് നോക്കിയേ അയാൾ പൊക്കിയെടുക്കുമ്പോൾ അതിൻ്റെ അതുപോലെ ഇത് മാത്രമല്ല, ഇതാ കുഞ്ഞു കുഞ്ഞ് നമ്മളെ അലങ്കാര മത്സ്യ അതും ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാർ ഇത് വാങ്ങുന്നുണ്ട് ഇവിടെ. ഇങ്ങനെയുള്ള മീനുകൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന എല്ലാ തരം, നമ്മുടെ നാട്ടിൽ കാണാത്ത തരം ഉണക്കമീനും ഇവിടെ ഉണ്ട്. നിറയെ പല തരത്തിലുള്ള ഉണക്കമീൻ. ഞങ്ങൾ കുറച്ച് കല്ലുമ്മക്കായ, കൂന്തൽ, ക്രാബ് ഒക്കെയാണ് നമ്മൾ വാങ്ങിയത്. പിന്നെ ഈ ഒരു ഫിഷ് ഞങ്ങൾ വലുത് വാങ്ങി. ഇത് ഇവിടെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് തരും. ആ മുള്ളിലുള്ള ഒരു വലിയ മുള്ളൊന്നും സൈഡിലുള്ള ചിറകൊന്നും മാറ്റിയിട്ട് ബട്ടർഫ്ലൈ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ തന്നു. എന്നിട്ട് ഇതാ ഇവിടെ നമ്മൾ കൊടുക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വെയ് ചെയ്ത് നോക്കി അതിൻ്റെ എത്രയാണ് പ്രൈസ് എന്ന് വെച്ചാൽ അതൊരു 20 ദിർഹേ വേണ്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ, ടേസ്റ്റിൽ അവർ അത് ഗ്രില്ല് ചെയ്ത് തരും. നമ്മൾ കൊടുത്ത റെസ്റ്റോറൻറ്റ് അപ്പുറത്തുള്ള വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. അതൊരു തായ് ഫുഡാണ് അതിൽ കൂടുതൽ വരുന്നത്. അപ്പോൾ അവർ ഓരോരുത്തരും ഓർഡർ ചെയ്ത ലോബ്സ്റ്ററിൻ്റെ സൈസൊക്കെ കണ്ടോ. പിന്നെ അവർക്ക് അത്ര സ്പൈസി ആയിട്ടൊന്നും വേണ്ടല്ലോ. അത് ആ ഫിഷൊക്കെ കണ്ടോ ഗ്രില്ല് ചെയ്യുന്നത്. അതിലധികമൊന്നും സ്പൈസ് ഒന്നും അല്ല കേട്ടോ. അതേപോലെ നമുക്ക് എന്തെങ്കിലും കെച്ചപ്പ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തരും. ഇപ്പോൾ അതാ ഞങ്ങളുടെ ഫിഷ് വന്നു. അറബിക് ഗ്രില്ലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ മീനിനെ ബട്ടർഫ്ലൈ കട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടേ അത് നിവർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല കുക്കായിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഡിന്നർ കഴിഞ്ഞു. ഞങ്ങളതിൻ്റെ കൂടെ സാലഡ് കുബൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. എല്ലാവരും കാര്യമായിട്ട് ഫിഷ് തന്നെയാണ് കഴിക്കുന്നത്. ഫിഷ്, ക്രാബ്, പ്രോൺസ്. ഫിഷ് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇവിടെ വേറെ ഒന്നുമില്ല. നമുക്കതിൻ്റെ കൂടെ എന്തെങ്കിലും റൊട്ടി ഒക്കെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ അവർ തരും. സാലഡ്സ്. ഇതിൻ്റെ അടുത്ത് ഇതേപോലെ ഒരു വാട്ടർ ബോഡി ഉണ്ട്. ഞങ്ങൾ വേറൊരു ദിവസം ദേ ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അടുത്തത് വരുന്നത്. അതിൽ ഇവിടെ നമുക്ക് ഇതുപോലെ മീനുണ്ട്. ഇത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതേ മീൻ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് തരും. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബക്കറ്റ് ഫിഷ്, സീ ഫുഡ് ബക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതൊന്ന് പോയി നോക്കാം. ഒരു ബക്കറ്റിൽ നിറയെ സീ ഫുഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ റൈസ് വേണോ പൊറോട്ട വേണോ എന്ന് ചോദിക്കും. അപ്പോൾ റൈസ് ഇട്ട് അതിൻ്റെ മുകളിൽ ഈ ബക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ. നമ്മളിപ്പോൾ കരാമയിൽ ഡേ ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേമസ് റെസ്റ്റോറൻറ്റിലുള്ളത്. ഇവിടുത്തെ ഒരു പുതിയൊരു ഐറ്റമാണ്. കുറച്ച് നാളെ വന്നിട്ട് ഒരു സീ ഫുഡ് ബക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളത് ട്രൈ ചെയ്യാൻ വന്നേക്ക്. അതെങ്ങനെ ഉണ്ട് നോക്കാം. ഷെൽഫിഷാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കല്ലുമ്മക്കായി, ചെമ്മീൻ, അതുപോലെയുള്ള ഡിഷസൊക്കെ നോക്കാം ഇനി അതെങ്ങനെ ഉണ്ടാവും. റൈസ് വേണോ പൊറോട്ട വേണോ എന്ന് ചോദിക്കും. അപ്പോൾ റൈസ് ഇട്ട് അതിൻ്റെ മുകളിൽ ഈ ബക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ഒഴിച്ചിട്ട്
കല്ലുമ്മക്കായ ഉണ്ട്, ചെറിയ കക്കയുണ്ട്, ഞണ്ടുണ്ട്, പിന്നെ കോണുണ്ട്, ഇങ്ങനെ ചെമ്മീനുണ്ട്. എല്ലാം വലിയ ചെമ്മീനൊക്കെ ആയിട്ട് നല്ല ഇതൊക്കെ ഇഷ്ടമായ മോൻ? എല്ലാം ഉണ്ട്. കല്ലുമ്മക്കായ ഉണ്ട്, ക്രാബ് ഉണ്ട്, കോണ്, ചെമ്മീൻ. ഇനി ഞാനും കഴിക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ ഒരുപാടുണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. ചപ്പാത്തിയോ അല്ല പൊറോട്ടയോ അല്ലെങ്കിൽ റൈസോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. പിന്നെ അതിൻ്റെ കൂടെ തരുന്നത് നമുക്ക് ചമ്മന്തി ആയിക്കോട്ടെ, ചമ്മന്തിപ്പൊടി തരുന്നുണ്ട്, അതുപോലെ അച്ചാർ തരുന്നുണ്ട്. എല്ലാം ഫിഷ് തന്നെ, ഫിഷായിട്ടുള്ള എല്ലാ തിരക്കായിരുന്നു. അതും എൻജോയ് ചെയ്തു. കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുള്ള ക്രാബ് വെച്ചിട്ടുള്ള ജസ്റ്റ് കുട്ടികൾക്ക് അവർക്ക് ക്രാബ് റോസ്റ്റ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടാക്കിയ ഒരു വീഡിയോ ആണ് അടുത്തത്. ഞണ്ട് ക്ലീൻ ചെയ്തതാണ്. അളവൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും നോക്കുന്നില്ല. ആവശ്യത്തിന് മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി പിന്നെ കുറച്ച് അധികം വേണം. ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. മൂടി വെച്ച് വേവിക്കുക. ഇതിപ്പോൾ ആ വെള്ളം വറ്റി വരുമ്പോഴേക്കും അതെല്ലാം കുക്കായിട്ടുണ്ടാകും. ഇടയ്ക്ക് ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തരച്ചത് വേണം. തേങ്ങ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് തേങ്ങ, കറിവേപ്പില, ഉള്ളിയൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുക്കാം. ഫ്രീസറിൽ നിന്ന് എത്താൻ തണുപ്പൊന്നും പോയിട്ടില്ല, തേങ്ങയുടെ കൂടെ വറുത്തിട്ടില്ല. അതുകൊണ്ട് കുറച്ച് പെരുംജീരകം ചേർത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണേ. കാരണം ഫ്രീസറിൽ നിന്ന് എടുത്ത തേങ്ങ ആയതുകൊണ്ട് തണുപ്പുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് മാറ്റിയിട്ട് ഇതിൽ കുറച്ച് സവാള വഴറ്റണം. പാൻ കഴുകിയിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ അങ്ങ് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ക്രാബൊക്കെ ആകുമ്പോൾ എപ്പോഴും നല്ല വെളിച്ചെണ്ണയാണ് നല്ലത്. ഇതിലേക്ക് സവാളയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, ഉള്ളി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഞണ്ട്, അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ, ഇനി ഇത് നല്ല ഡ്രൈ ആയിട്ട് എടുക്കാം. അധികം ഡ്രൈ ആവാതെ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ തേങ്ങയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് അങ്ങ് പിടിക്കുന്നവരെ കുക്ക് ചെയ്ത് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കാം. പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ഞണ്ട് റോസ്റ്റുമാണ് അല്ലേ? ഇത് ചെറുപ്പം മുതലേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മമ്മയുടെ ഒരു ഡിഷാണ്. മമ്മയുടെ ഈ ക്രാബ് റോസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ്, നാടൻ ഡിഷാണ്. ഡെഫിനറ്റ്ലി എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷാണ്. പിസ്സ പഠിച്ചോ? ഇങ്ങനെ ഇടക്കിടക്ക് പറയണം അമ്മന്റെ ക്രാബ് റോസ്റ്റ് കഴിക്കാൻ തോന്നുന്നു. അപ്പൊ ഇപ്രാവശ്യം വന്നിട്ട് മമ്മ ഉണ്ടാക്കി തന്നു, നമ്മൾ ടേസ്റ്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾ കഴിക്കട്ടെ. നമ്മളിപ്പോൾ ദേര ഫിഷ് മാർക്കറ്റിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു ഫിഷ് മാർക്കറ്റ് കാണുന്നത്. പോയിട്ട് നല്ല എന്താ പറയുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള കിട്ടുന്നുണ്ട്. അതുപോലെ പൈസയും കുറവാണ് ശരിക്കും പറയാൻ. അപ്പം ഇനി ഞങ്ങൾ കഴിക്കട്ടെ. ശരിക്കും പറയുകയാണെങ്കിൽ ഞണ്ട് കഴിക്കുകയാണെങ്കിൽ പിന്നെ വേറൊന്നും ഇതിന് കൂടെ കഴിക്കാൻ പറ്റില്ല. രണ്ട് കൈ വേണം, അതിനൊന്നുള്ള സമയം ഉണ്ടാവില്ല, പൊട്ടിച്ച് കഴിക്കുമ്പോൾ രണ്ട് കൈയും വേണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.